യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് വാഗമണിലേക്ക്. അതെ, പാല ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണിലേക്ക് നല്ല അടിപൊളി റോഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ സ്ഥിരം ഡെസ്റ്റിനേഷനാണ്. ഒരു കാലത്ത് അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഇപ്പോൾ നല്ല അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാഗമൺ. ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ടുവരാനുള്ളതാണ് വാഗമണിലെ കാഴ്ചകൾ. ഇവിടെ മെയിനായിട്ട് കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. ഇന്ന് ആക്ച്വലി ഒരു മഴ മൂഡാണ്. നമ്മൾ ഫുൾ ഫാമിലി കൂടി ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് മഴയെ പേടിച്ച് നമ്മൾ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിട്ടുള്ള മൊട്ടക്കുന്നിലേക്കും പൈൻമരക്കാട്ടിലേക്കും ഇറങ്ങുന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ സ്ഥിരം പോകുന്നതല്ലേ. എന്തായാലും നമ്മളെ വെൽക്കം ചെയ്യാൻ നല്ല ഉഷാറ് കോട ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഫ്ലവർ ഗാർഡനിലേക്ക് വിടാം. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും മഴയൊക്കെ സ്ഥലം വിട്ടു. വെൽക്കം ടു ഫ്ലവർ ഗാർഡൻ ഗൈസ്. ഫാമിലി ആയിട്ടും അല്ലാതെയും എല്ലാവർക്കും തന്നെ പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഫ്ലവർ ഗാർഡൻ. ഞങ്ങളെല്ലാവരും പൊതുവെ കുറച്ച് ചെടി സ്നേഹികളാണേ. കൊച്ചിനെ നിലത്ത് നിർത്തിട്ട് ഒരെണ്ണം ഇഷ്ടോ? കൊച്ചിന് വരെ നാണായി. നാണമാവുന്ന ശരിയോ, ഒരു കൊച്ചിനെ കൂടെ ആക്കിയാലോ? എടുത്തം കൊച്ചോ. കുറുനരി മോഷ്ടിക്കരുത്. പൂക്കൾ പറിക്കരുത്. എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഡേ ടൈമിൽ 60 റുപ്പീസും ഈവനിങ് എൻട്രിക്ക് 100 റുപ്പീസുമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു നൈസ് പ്ലാൻ ആണിത്. കരിമ്പുലി കണ്ടു കാണുന്നതിനെ കൊച്ചു മേടിക്കും. ചകിരി പിന്നെ തൊണ്ട് തേങ്ങയിലെ തേങ്ങയുടെ ചകിരി കൊണ്ട് കമ്പോസ്റ്റബിൾ ഇതായിപ്പോ നാച്ചുറലി ഇത് കുടിച്ചോളും. എപ്പോഴും അതിനകത്ത് വെള്ളം നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ എല്ലാരും എന്ത് ചെയ്യുവാ? എന്നാ വിളിച്ചു പോയി ഗൈസ്. എന്താണ് ഗൈസ്, വ്യൂ ആസ്വദിക്കണോ? മുടിയൊക്കെ പറക്കുന്നു, ഭയങ്കര കാറ്റാണ്. നല്ല പീസ്ഫുൾ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനും കുറച്ച് പ്ലേ ഏരിയാസും വ്യൂ പോയിന്റുകളും അപ്പോൾ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഫ്ലവർ ഗാർഡൻ. നല്ല ഉഷാറായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. രാത്രി ആയാൽ പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് വാട്ടർ ഷോസും സ്റ്റേജ് ഷോസും ഒക്കെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കിനി അടുത്തതൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാം. അതെ, അഡ്വഞ്ചർ പാർക്ക്. ഇനി കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആയാലോ? എന്തായാലും എല്ലാവർക്കും ഗ്ലാസ് ബ്രിഡ്ജ് കയറണം എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയാവാം. ഒരാൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 5:30 കഴിഞ്ഞാൽ നമ്മളെ അവിടെ കയറ്റത്തുമില്ല. അപ്പം നമ്മൾ ഓടുവാണ് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ. യെസ്, അറ്റ് എ ടൈം 15 പേരെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് കയറ്റുന്നത്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ബാച്ചാണ്, അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നത്തെ ആൾക്കാരെ ഇറക്കി വിടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എങ്ങനെയാ, കൊള്ളാവോ? ഗ്ലാസ്സാണോ ഇത്? ഇതെന്നാ സംഭവം? താവട്ടല കാണത്തില്ലേ ബാബുജിയെ? എല്ലാം കാണാമോ? അയ്യോ, ഇതാ അരങ്ങുന്നുള്ളൂ ഈ സ്ഥലം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്റെ പൊന്നു, ആടുന്നുണ്ടല്ലേ? നല്ല കാറ്റ്. അയ്യോ, അടി കാണത്തില്ലാത്തോണ്ട് അടി കണ്ടാ മൂഞ്ചും. അടി കണ്ടാ കാറ്റുകൂടലോട്ടെ, കൊച്ചു താഴെ പോവേ.
എന്താ കാറ്റ്, ഒരു രക്ഷയില്ല. ഭയങ്കര കാറ്റില്ല. ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. അപ്പത്തേക്കും വിശപ്പിന്റെ വിളി അത് സ്വാഭാവികമാണല്ലോ. എന്നാ പിന്നെ ഒരു മന്തിയും കഴിച്ച് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. എങ്ങനെ ബൈ.